ഇന്നത്തെ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. സ്ക്വയർ ടൈപ്പിലുള്ള കേക്കിനെ റെക്റ്റാങ്കിൾ ടൈപ്പിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നിങ്ങളിവിടെ കാണുന്നത്. കട്ട് ചെയ്ത കേക്കിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ സ്ഥിരം കലാപരിപാടി ആരംഭിച്ചു. ആദ്യത്തെ ലെയറിൽ ക്രീം കൊടുത്തു. അടുത്തത് ചോക്ലേറ്റിൻ്റെ ഊഴമായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ ഡാർക്ക് ഗനാഷ് റെഡിയായി നിൽക്കുന്നു. ഇടയ്ക്ക് കയറിയ വൈറ്റ് ഗനാഷ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോയി. അങ്ങനെ കലാപരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുക്കം ക്രം കോട്ട് കഴിഞ്ഞപ്പോൾ ആളൊന്ന് കൂളാവാൻ കയറി. 1/2 മണിക്കൂർ കൊണ്ട് ആളൊന്ന് പുറത്തിറങ്ങി. കിട്ടിയ സമയം നോക്കി ഞാൻ മിനുക്ക് പണി ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ആളൊന്ന് സുന്ദരനായപ്പോൾ ചെറിയ ചിത്രപ്പണികളൊക്കെ ചെയ്യാമെന്ന് ഞാനും കരുതി. ഒടുവിൽ എല്ലാം കഴിഞ്ഞപ്പോൾ എവിടെയോ ഒരു പോരായ്മ. വീണ്ടും എഴുത്തിനിരുത്തി. ഒടുവിൽ തലങ്ങും വിലങ്ങും കുറച്ച് മുത്തുകൾ വാരി വിതറി. അവസാന മിനുക്ക് പണി കൂടി കഴിഞ്ഞപ്പോൾ ആളൊന്ന് സുന്ദരനായി. അമ്മയും മകളും അച്ഛന് സർപ്രൈസായി കൊടുത്തൊരു കേക്കായിരുന്നു ഇത്. കേക്കിന് ഓർഡർ തന്നിരുന്നത് മോളുടെ ടീച്ചറായിരുന്നു. കേക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഞാൻ നേരെ പോയത് ടീച്ചറുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കായിരുന്നു. പക്ഷേ ടീച്ചറുടെ മകൾ കാത്തുനിന്ന് വീടിൻ്റെ പുറകുവശത്തും. ആരുടെയോ ഭാഗ്യം കൊണ്ട് ഞാനൊന്ന് വിളിച്ചു നോക്കി. അപ്പോഴാണ് സർപ്രൈസിൻ്റെ കഥ ഞാൻ തന്നെ അറിയുന്നത്. നിങ്ങളിങ്ങനെ ആർക്കെങ്കിലും സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. താങ്ക് യു.